മലപ്പുറം ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബ് ഭാഗികമായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം മേൽക്കൂര തകർന്നതും പരിശോധനാ കിറ്റുകൾ ഇല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. മഴക്കാല രോഗങ്ങൾ വ്യാപിക്കുന്നതിനിടെ ടെസ്റ്റുകൾ മുടങ്ങിയതോടെ നിരവധി രോഗികളാണ് വലയുന്നത്. മലപ്പുറം സിവിൽ സ്റ്റേഷനകത്തെ പഴയ കെട്ടിടത്തിലാണ് ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബിൻ്റെ പ്രവർത്തനം. കെട്ടിടം ഷീറ്റ് മേഞ്ഞതാണെങ്കിലും അതിനടിയിലെ ഉത്തരം ദ്രവിച്ച നിലയിലാണ്. ഇതിന് പിന്നാലെയാണ് ഏതാനും ദിവസം മുമ്പ് മേൽക്കൂര തന്നെ തകർന്നു വീണത്. ഇതോടെ ജീവനക്കാർ മെഷീനുകൾ ഇവിടെ നിന്നും എടുത്തു മാറ്റി. ടെസ്റ്റുകളിൽ പലതും നിർത്തിവെച്ചതായി ബോർഡും സ്ഥാപിച്ചു. ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കിറ്റ് ഉൾപ്പെടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇപ്പോൾ അവർ പറയുന്ന കാരണം അത്ര ജീർണിച്ചൊരു കെട്ടിടമായതിനാൽ അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അതിന് അടിയന്തര സ്വഭാവത്തിൽ പരിഹാരം കണ്ടേ മതിയാവും. ഈ പറഞ്ഞതുപോലെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ മഴക്കാല രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് അതിന് എന്തെങ്കിലും ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയേ മതിയാവും. പെർമനന്റ് നാച്ചുറൽ ലഭ്യമായ ലാൻഡ് കൊടുക്കുന്ന കാര്യത്തിനും തയ്യാറാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് ജില്ലാ ഹെൽത്ത് ലാബിന് ഈ ദുരവസ്ഥ. പല പരിശോധനകൾക്കുമുള്ള കിറ്റുകൾ മുടങ്ങിയിട്ട് തന്നെ മാസം 2 കെട്ടിടത്തിന്റെ ദുരവസ്ഥയും പരിശോധനാ കിറ്റുകളുടെ ക്ഷാമവും കൂടി ആയതോടെ പ്രതീക്ഷയോടെ എത്തുന്ന രോഗികൾക്ക് മുന്നിൽ കെടുകാര്യസ്ഥതയുടെ ദയനീയ ചിത്രമാവുകയാണ് മലപ്പുറം ജില്ലാ ഹെൽത്ത് ലാബ്. റിപ്പോർട്ടർ മലപ്പുറം.